ഇവര് ബസ്സുകാരെ ഒന്നെങ്കിൽ ഡോർ രണ്ട് തുറന്നിട്ടേക്കുക. ഇത് ആൾക്കാരെ ഇറക്കിയാലോ അല്ലെ കയറ്റിയാലോ അന്നപ്പം ഡോർ അടച്ചിട്ട് വണ്ടി എടുക്കാവുന്നുണ്ട്. അതല്ല, ഞാൻ ഇവിടെ തന്നെ ഇന്ന് കാറിപ്പോയി. ഇവിടെ ഒരു അക്ക കണ്ടോണ്ടിരിക്കുന്നത്, അവരും എല്ലാവരും കാറിപ്പോയി, ഇവിടെ നിന്നെല്ലാം കാറിപ്പോയി. എടുത്തു വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോൾ ആൾക്കാരെ ഇറക്കി കഴിയുമ്പോൾ ഡോർ അടയ്ക്കണമെന്നുണ്ട്. ഡോറൊന്നും അടച്ചിട്ട് വീഡിയോക്കകത്ത് തന്നെ നമുക്ക് കാണുന്നത് ചെയ്യാം. രണ്ട് പിള്ളേരെ ഇറക്കി അന്നേരപ്പളെ വലിച്ചു വിട്ടങ്ങ് പോവായിരുന്നു. ഒരു കൊച്ചു ഇറങ്ങുന്നതിന് മുമ്പ് ഇമാര് ബസ് എടുത്തോണ്ട് പോയി. ആ കൊച്ചു താഴെ വീണു. നമസ്കാരം. ഇറങ്ങുന്നതിനിടയിൽ മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്ന് വീണ വിദ്യാർത്ഥിനി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 4 മണിയോടെ കാഞ്ഞിരപ്പള്ളിയിലാണ് സംഭവം. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട പാല സർവീസ് നടത്തുന്ന വാഴയിൽ ബസ്സിൽ നിന്നും വിദ്യാർത്ഥിനി റോഡിലേക്ക് വീഴുന്ന ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥിനിക്ക് 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വിദ്യാർത്ഥിനിക്ക് കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം ബസ്സുകാർ ഇതൊന്നും അറിയാതെ നിർത്താതെ പോയി എന്നാണ് വ്യാപകമായ പരാതി ഉയരുന്നത്. ഈ സംഭവം കണ്ടു നിന്ന ഒരാൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ സംഭവം കണ്ടു നൽകിയായിരുന്നല്ലേ അല്ലേ? ഇന്നലെ ഞാനിവിടെ ഒരു മഴ ഉണ്ടായിരുന്നു. മഴയത്ത് ഞാനിവിടെ ഇറങ്ങി, ഞാൻ എറണാകുളം പോയിട്ട് വന്ന് ബസ്സിൽ വന്നിട്ട് ഇറങ്ങി ഇവിടെ നിന്ന്. അപ്പം ചെറുക്കനും വരാനുണ്ടായിരുന്നു. ബസ് അവര് നിർത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് പിള്ളേരെ ഇറക്കി അന്നേരപ്പളെ വലിച്ചു വിട്ടങ്ങ് പോവായിരുന്നു. ഒരു കൊച്ചു ഇറങ്ങുന്നതിന് മുമ്പ് ഇമാര് ബസ് എടുത്തോണ്ട് പോയി. ആ കൊച്ചു താഴെ വീണു. രണ്ടുപേരെ അക്കാമാര് ഞാൻ ഓടി ചെന്നപ്പോൾ അവരെ പൊക്കിയെടുത്തു. അത് കഴിഞ്ഞ് ഈ ബസ്സുകാരൻ നിർത്താതാണ് വലിച്ചു വിട്ട് പോയത്. ഭയങ്കര സ്പീഡിൽ എടുത്തോണ്ട് പോയത്. പിന്നെ ഞാൻ മടത്തിപ്പോയി അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊച്ചിന് കാലിന് വേദനയുണ്ട്, കാലിന് വേദനയും നല്ല ഇതുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ കൊച്ചിനെ വിളിച്ചിട്ട് ഞാൻ ആശുപത്രി പോകണമെന്ന് ചോദിച്ചു. പറഞ്ഞു വേണ്ട, മടത്തിൽ തന്നെ അവർ തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു. നമുക്ക് മടക്കാനുള്ള അവർക്ക് ഉത്തരവാദിത്തമുള്ളതാണ്. അപ്പം അങ്ങനെ വന്നിട്ട് പോയി. അത് ഞാൻ ഇവിടെ വന്നായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ്സുകാർ അവിടെ പോയി സംസാരിക്കുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാം. കൊച്ചു വീഴുന്നു, ഒന്നും വലിയ കാര്യമായിട്ടുള്ള ടയർ കയറണ്ടായിരുന്നു, ബാഗ് ടയർ കയറണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജസ്റ്റ് ഇതായിട്ടാണ് ടയർ കയറാതെ പോയത്. അത്ഭുതമാണ്. ഇവര് ബസ്സുകാരെ ഒന്നെങ്കിൽ ഡോർ രണ്ട് തുറന്നിട്ടേക്കുക. ഇത് ആൾക്കാരെ ഇറക്കിയാലോ അല്ലെ കയറ്റിയാലോ അന്നപ്പം ഡോർ അടച്ചിട്ട് വണ്ടി എടുക്കാവുന്നുണ്ട്. അതല്ല, ഡോർ രണ്ട് തുറന്നിട്ടേക്കായിരുന്നു. വീഡിയോക്കകത്ത് കാണുമ്പോൾ നമുക്കറിയാം ഡോർ രണ്ട് തുറന്നിടക്കും. ഇവര് പോകുമ്പോൾ ഡോർ തുറന്നിടക്കുക. എല്ലാവരും ഭയന്നു പോയല്ലേ? ഞാൻ ഇവിടെ തന്നെ ഇന്ന് കാറിപ്പോയി. ഇവിടെ ഒരു അക്ക കണ്ടോണ്ടിരിക്കുന്നത്, അവരും എല്ലാവരും കാറിപ്പോയി, ഇവിടെ നിന്നെല്ലാം കാറിപ്പോയി. എന്നിട്ട് ഞാൻ ഓടിച്ചെല്ലാൻ അങ്ങോട്ട് പോയപ്പോൾ അവർ പൊക്കിയെടുത്തു. പിന്നെ കുറച്ച് പതുക്കെ നടന്നു പോകുമായിരുന്നു. CCTV നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നു. ഇവിടെ കടയിലുണ്ട് CCTV തന്നെ. അന്നപ്പോൾ തന്നെ എടുത്ത് ഇതാക്കുമായിരുന്നു. ഞാൻ ഇവിടെ അപ്പം 100 വിളിച്ചായിരുന്നു. അപ്പൊ ഈ നമ്പർ എന്റെ ഇത് അത്ര ഇതായിട്ട് നമുക്ക് ടെൻഷൻ ആയിപ്പോല്ലോ. 100 വിളിച്ച് കഴിഞ്ഞപ്പോൾ അവര് കാഞ്ഞിരപ്പള്ളിലും പിണ്ണാക്കാട് പോലീസ് സ്റ്റേഷനിൽ അവര് ഇൻഫോം കൊടുത്തായിരുന്നു. അതപ്പോൾ തന്നെ 100 ഒരു 3-4 പ്രാവശ്യം പോലീസ് നല്ല ഇതായിട്ട് തന്നെ നമ്മളോട് സംസാരിക്കുകയും അതുപോലെ സാറേ എന്ന് വിളിച്ച് അവർ തന്നെ സംസാരിച്ചിട്ടാണ് ചോദിച്ചത് ഇന്ന പോലെ വിളിച്ചായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു വിളിച്ചായിരുന്നു പറഞ്ഞു. അങ്ങനെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പോലീസുകാരെല്ലാം ഇന്നലെ രാത്രി തന്നെ വിളിച്ചത്. ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് അതിന്റെ വീഡിയോ കൊടുത്തായിരുന്നു. ബസ് നിർത്താതെ പോയത് വലിയൊരു തെറ്റാന്ന. ബസ് നിർത്താതെ പോയത് തെറ്റാ. എന്നുവെച്ചാൽ മഴയും പിടിച്ച് പിള്ളേരെ നോക്കി വേണം ഇറക്കി വിടും. എടുത്തു വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോൾ ആൾക്കാരെ ഇറക്കി കഴിയുമ്പോൾ ഡോർ അടയ്ക്കണമെന്നുണ്ട്. ഡോറൊന്നും അടച്ചിട്ട് വീഡിയോക്കകത്ത് തന്നെ നമുക്ക് കാണുന്നത് ചെയ്യാം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്കുള്ള വഴിയിൽ ആനിത്തോട്ടം ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം നടന്നത്. ഈ വിദ്യാർത്ഥിക്കൊപ്പം 2 വിദ്യാർത്ഥികൾ കൂടി തൊട്ടടുത്ത് തന്നെ ഇറങ്ങുകയും ഈ കുട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ഡോർ അടയുകയും കുട്ടി പുറത്തേക്ക് പോവുകയുമായിരുന്നു. അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസിൽ നൽകുകയും ചെയ്തു. പോലീസ് ഈ കുട്ടികളുടെ രക്ഷിതാവുമായി സംസാരിച്ചപ്പോൾ അവർക്ക് പരാതി ഒന്നും തന്നെ ഇല്ല. കുട്ടിക്ക് കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാത്തതിനാൽ പരാതികളൊന്നുമില്ല എന്നാണ് പോലീസിനെ രക്ഷിതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുയരുന്നുണ്ട്. ഈ അപകടത്തിനിടയാക്കിയ ഈ വാഹനം നിർത്താതെ പോവുകയാണ്. അതിൽ വലിയ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. കുട്ടികൾ ഈ ബസ്സിൽ നിന്നും ഇറങ്ങുന്നത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായി വാഹനം എടുക്കാവൂ എന്നുള്ളൊരു നിബന്ധന പാലിക്കാതെ ഡ്രൈവറും കണ്ടക്ടറും അശ്രദ്ധമായാണ് പെരുമാറിയതെന്നും പറയുന്നു. മാത്രമല്ല ഈ സംഭവം അറിയാതെ തന്നെ അല്പദൂരം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. പിന്നീടാണ് ഇവർ വിവരം അറിഞ്ഞ ഈ കുട്ടിയുടെ സമീപിക്കുകയും കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുകയും ചെയ്തു. ഏതായാലും ഇന്ന് രാവിലെയും വ്യാപകമായ പ്രതിഷേധം DYFI SFIയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബസ്സുകൾ തടയുകയും താക്കീത് നൽകുകയും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. വ്യാപകമായ ഒരു പ്രതിഷേധം DYFI ഉയർത്തിയിരിക്കുകയാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർക്കും കണ്ടക്ടർക്കും എതിരെ നടപടി എടുക്കണമെന്നൊരു ആവശ്യവും ഉയരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ വാഹനത്തിൽ വലിയ തിരക്കായിരുന്നു. അതിൽ 2 കുട്ടികൾ ഇറങ്ങുന്നത് കണ്ടു, ബെല്ലടിച്ചു. പിന്നെ 3ാമത് കുട്ടി
ബാഗ് എടുത്ത് അവിടെ നിന്നും ബസ്സിനുള്ളിൽ നിന്നും ഇറങ്ങുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഉടൻ തന്നെ ഹൈഡ്രോളിക് ഡോർ അടയുകയും കുട്ടി വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീഴുകയുമായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കാര്യമായ പരിക്കുകളൊന്നും സംഭവിക്കാതിരുന്നത്. കാലിന് ചെറിയ ഒരു വേദനയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ കുട്ടി വാഹനത്തിന്റെ സൈഡിൽ വീഴുകയും പെട്ടെന്ന് കാല് വലിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാൽ വലിച്ചതിനാൽ പിൻഭാഗത്തുള്ള ഒരു ടയർ കാലിലേക്ക് കയറാതെ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ വളരെ അത്ഭുതകരമായി തന്നെയാണ് ഈ അപകടത്തിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കുട്ടികളുടെ കാര്യത്തിൽ, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർ അടക്കം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് ഈ വാർത്ത, ഈ സംഭവം കൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നത്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടപടിയെടുക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ആളുകൾക്കുള്ളത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.